ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു ബൗളിലേക്ക് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര, വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് ഞാനിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി ബീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് അല്പം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കോഫി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൊടിയും അല്പമായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ പത പോവാത്ത വിധത്തിൽ ഇത് നമുക്ക് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് അല്പം ബട്ടർ തടവി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷി തയ്യാറാക്കാം. അതിനായി 100 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൽ നിന്ന് അല്പം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. അതിനായി വേറൊരു പാത്രത്തിലേക്ക് കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം മുഴുവനായി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് സെറ്റാകാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഏറ്റവും ടോപ്പിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റിനായി ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറി മിൽക്കിലേക്ക് അല്പം ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടോപ്പിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഡയറി മിൽക്ക് ഗാലക്സി പോലെ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന് മുകളിൽ ഇതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായി നമുക്കിതിന് മുകളിൽ കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൊക്കോ പൗഡറും കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് നന്നായി വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.